നമസ്കാരം, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ്റെ വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നൊരു തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത്. KRFED-ലേക്കാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സഹകരണ സംഘമായിട്ടുള്ള കോഫെഡറേഷൻ ആയിട്ടുള്ള അഗ്രികൾച്ചർ ഫെഡറേഷൻ ആയിട്ടുള്ള KRFED-ലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസമാണ് വന്നത്, 30-ാം തീയതിയാണ് വന്നത്. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രൊഫൈലുകളിൽ ഇതിന് യോഗ്യതയുള്ളവരുടെ പ്രൊഫൈലുകളിൽ നിങ്ങളുടെയൊക്കെ പ്രൊഫൈലുകൾ കാണാൻ പറ്റും. ഇതിന് യോഗ്യതയുള്ളവർ എന്ത് ചെയ്യുക, അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുവാനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അപ്ലൈ ചെയ്യുവാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. 4/9/2024 ഇതിൻ്റെ അവസാന ഡേറ്റ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ധാരാളം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കോഴ്സുകൾ ചെയ്തിരുന്നു. ഇത് KRFED-ലേക്കുള്ള സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഈ അടുത്തിടെ മറ്റൊന്ന് വന്നിരുന്നു, അതല്ല, പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ, എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ 242/2024 ആണ്. ക്വിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിച്ചാൽ മതി. 242/2024 എന്ന കാറ്റഗറിയിലാണ്, ഈ ഒരു നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് റിക്രൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ KRFED ആണ്. KRFED നമുക്കറിയാം, നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്നത് നമ്മൾ KRFED-ന്റെ പ്രൊഡക്ഷനാണ്. അപ്പം KRFED കേരളത്തിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നാണ്. ഇതിന്റെ സാലറി വരുന്നത് 26,500 രൂപ മുതൽ 56,700 ആണ്. ഇത് ബേസിക് സാലറിയാണ് പറയുന്നത്. ഇത് കൂടാതെ മറ്റ് അലവൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ പാക്കേജ് അല്ലെങ്കിൽ സാലറി എന്ന് പറഞ്ഞാൽ 26,500 രൂപ മുതൽ 56,700 വരെയാണ് ഇതിന്റെ പാക്കേജ്. ഇനി നിലവിലെ വേക്കൻസി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ 2 എണ്ണം മാത്രമാണുള്ളത്. പക്ഷേ 2 എണ്ണം എന്നതുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കുകയോ നിരാശപ്പെടുകയോ ഒന്നും വേണ്ട. ഇത് നിലവിലെ നോട്ടിഫിക്കേഷൻ ആണ്, റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ്. സ്വാഭാവികമായിട്ടും ഈ പരീക്ഷയുടെ ബാക്കി പ്രൊസീജിയറുകളൊക്കെ കഴിയുമ്പോൾ ഈ വേക്കൻസി തീർച്ചയായിട്ടും ഉയരുമെന്നത് ഒരു കൃത്യമായ കാര്യമാണ്. പലപ്പോഴും 2-3 ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത് അത് ഉയർന്ന് 20 വരെയൊക്കെ നിയമനങ്ങൾ നടന്ന വർഷങ്ങളുണ്ട് പല തസ്തികകളിലും. അതുകൊണ്ട് 1-2 എന്നൊന്നും കരുതി നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. 18 മുതൽ 40 വയസ്സ് വരെ ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടെന്നുള്ളതാണ്. പൊതുവെ PSC പരീക്ഷകൾക്കൊക്കെ 38-ാമത്തെ വയസ്സിലാണ് ഏജ് ബാർ വരുന്നത്, അല്ലെങ്കിൽ 36-ാമത്തെ വയസ്സിലാണ് ഏജ് ബാർ വരുന്നത്. 36, 38 കാണാറുണ്ട്. പൊതുവെ 36 ആണ്. ഇവിടെ നമുക്ക് 40 വയസ്സ് വരെ കിട്ടും എന്നുള്ളതാണ്. മാത്രവുമല്ല സംവരണ വിഭാഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാവും. അതായത് 3 മുതൽ 5 വർഷം ആനുകൂല്യം, OBC-ക്ക് 3-ഉം SC ST-ക്ക് 5 വർഷവും ആനുകൂല്യം ഉണ്ടാകും എന്നുകൂടി ഓർക്കുക. അതായത് 45, 43 എന്നുള്ള വ്യത്യസ്ത ക്രൈറ്റീരിയകളിലേക്ക് ഈ ഒരു പ്രായം മാറും അതാത് വിഭാഗങ്ങൾക്ക് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന് യോഗ്യതയായിട്ട് വരുന്നത്, ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ MCA ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് IT-യിൽ നിങ്ങൾക്ക് BTech ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നീട് MSc കമ്പ്യൂട്ടർ സയൻസ്. ഈ 3 യോഗ്യത ഉള്ളവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി ഓർത്തിരിക്കുക, MCA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് BTech ഏതിലാണ്? BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഇതിൽ ഏതെങ്കിലും BTech ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് MSc കമ്പ്യൂട്ടർ സയൻസ് ഇവർക്കും അപ്ലൈ ചെയ്യാം. ഇനി BTech എന്ന് കേട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് BE ചെയ്തിട്ട്, തമിഴ്നാട്ടിൽ BE ഒക്കെ ചെയ്തിട്ട് ഇവിടെ BTech-ന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. PSC അംഗീകരിക്കുന്ന ഇക്വലൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നതാണ്. പൊതുവെ പറയുന്ന യോഗ്യതയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന യോഗ്യതയിൽ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഈ പരീക്ഷ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്, അപ്ലൈ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. ഗവൺമെന്റ് സർവീസിലാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. നിങ്ങളുടെ ജോബ് 100% അഷ്വേർഡ് ആണ്. നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കരിയർ ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു തസ്തിക വിളിച്ചിരുന്നു. നമ്മുടെ അക്കാഡമി ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. മൊത്തം മെയിൻ ലിസ്റ്റ് 101 പേരുടെ ഇടുകയുണ്ടായി. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് 30-ൽ കൂടുതൽ കുട്ടികളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്. ഞങ്ങളുടെ കുട്ടികൾ 30-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു തസ്തികയിലേക്ക് വന്നത്. അതിനെപ്പറ്റി പരീക്ഷയുടെ എല്ലാ ഡീറ്റെയിൽസിനെ പറ്റിയും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ഞങ്ങളൊരു സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു അവയർനെസ് നിങ്ങൾക്ക് തരുന്നതിനായിട്ട് ഒരു സൗജന്യ വെബിനാർ ഉണ്ടായിരിക്കും. ആ വെബിനാറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ വെബിനാറിൽ ജസ്റ്റ് പങ്കെടുക്കാൻ വേണ്ടിയാണ്. ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഒരു ദൂരീകരണം കിട്ടുവാൻ ആ ഒരു വെബിനാർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങളുടെ റിസൾട്ടാണ്, ഞങ്ങൾ അഭിമാനപൂർവ്വം തന്നെ പറയുകയാണ്, 100-ൽ ഏതാണ്ട് 30-ൽ പരം റിസൾട്ട്, അതായത് 30% കൂടുതൽ റിസൾട്ട് ഈ ഒരു പരീക്ഷയിൽ ഞങ്ങൾ ജനറേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായും കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു പരീക്ഷ ഏത് രീതിയിൽ നടക്കുമെന്നും ഏത് രീതിയിൽ കട്ട് ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഏത് രീതിയിൽ നിയമനം കിട്ടുന്ന മാർക്കിൽ നിങ്ങളെ എത്തിക്കാൻ പറ്റുമെന്നും ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏണസ്റ്റ് അക്കാഡമിയുടെ ഒപ്പം തന്നെ നിങ്ങൾ പങ്കെടുക്കുക, ഞങ്ങളുടെ കോഴ്സുകളിൽ ചേരുക. അതിന്റെ ഫലം ഈ 30 പേരിൽ ഒരാളാവുന്നത് പോലെ തന്നെ വരുന്ന ലിസ്റ്റിലും ഒരു ജോലി കിട്ടുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, വെബിനാർ ഉണ്ട്. വെബിനാർ തീർത്തും സൗജന്യമാണ്. കയറുക, പങ്കെടുക്കുക, നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും തീർത്തുക. ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു റിസൾട്ടാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൽ ഒരു ജോലിയാണ് ഓഫർ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാം. ഈ ക്രിയേറ്റ് ചെയ്ത റിസൾട്ടിന് സമാനമായിട്ട് നിങ്ങളുടെയും ഒരു റിസൾട്ട് ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അഷ്യൂർ ചെയ്തു തരുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.